ഹലോ, അപ്പോൾ ഇന്ന് നമുക്ക് ഇഫ്താറിന് സമൂസ ഷീറ്റ് വെച്ചിട്ട് ഒരു പോള തയ്യാറാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക, 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക, കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തു, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി 2 മിനിറ്റ് ഒന്ന് അടിച്ചു വെച്ചിട്ട് തുറന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി മസാലപ്പൊടികൾ ചേർത്തി കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വേവിച്ച് ഫ്രൈ ചെയ്ത് എടുത്ത ചിക്കനാണ്, അത് ഞാനിതിലേക്ക് ഒന്ന് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വെള്ളം പാട് വെച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് മസാല. 2 മിനിറ്റ് ഒന്ന് അടിച്ചു വെക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും പാട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 3 മുട്ട, 2 ടേബിൾ സ്പൂൺ പാല്, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കാം. ഇനി പോള തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് തടവിന് ശേഷം അതിലേക്ക് സമൂസൻ്റെ കുറച്ച് ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ സമൂസൻ്റെ ഓരോ ഷീറ്റും ഈ മുട്ടയുടെ മിക്സിയിൽ മുക്കിയിട്ട് ഇതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി സൈഡ് വശത്തേക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കണേ. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡ് വശത്തുള്ള സമൂസൻ്റെ ഓല ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഫില്ലിങ്ങിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് ചെയ്തെടുത്തതിന് ശേഷം മുകളിലും സമൂസൻ്റെ ഷീറ്റ് കൊണ്ട് മുകൾ ഭാഗവും കവർ ചെയ്തെടുക്കണേ. എന്നിട്ട് കവർ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി വന്ന മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അടിയിലൊരു പഴയ പാൻ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അടിവശം കരിയാതെ കിട്ടും. അങ്ങനെ 20 മിനിറ്റ് ശേഷം ഞാനിത് സൈഡ് വശമൊക്കെ വിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ വേറൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് തടവിന് ശേഷം അതിലേക്കിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുകൾ വശം ഒരു 2-3 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ അവരൊന്ന് ഉണ്ടാക്കി നോക്കണേ.